നമസ്കാരം. സംസ്ഥാന രൂപീകരണത്തോളം തന്നെ പഴക്കമുണ്ട് ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾക്ക്. EMS സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ റവന്യൂ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മ ഈ മേഖലയിൽ ചിലതെല്ലാം ചെയ്തു. പിന്നീട് മാറി മാറി വന്ന സർക്കാരുകൾ നോക്കുകുത്തിയായി നോക്കി നിന്നു. ചെറിയ വിഷയങ്ങളുണ്ടാകണം ഈ മേഖലയിൽ സർക്കാരുകൾക്ക് ഇടപെടാൻ. ഒരുപക്ഷെ ചിലരുടെ ആത്മഹത്യ, അല്ലെങ്കിൽ നമ്മുടെ സാംകുട്ടിയെ പോലുള്ളവർ വില്ലേജ് ഓഫീസുകൾ കത്തിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ പോക്കറ്റിലെ പൈസ നോട്ടമിടുന്ന ചില ഉദ്യോഗസ്ഥരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ. ഏതായാലും ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുകയാണ് ഫോർ ദ പീപ്പിൾ ഇന്ന്. ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ് എന്ന് പ്രസംഗിച്ച് അധികാരത്തിൽ ഇടത് സർക്കാർ എത്തിയപ്പോൾ അതിൽ ആശ്വസിച്ചവർ ഏറെ ഉണ്ടായിരുന്നു. ചുവപ്പ് നാടയിൽ കുരുങ്ങി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആദ്യ പിടിച്ചിരുന്നവർ, മക്കളുടെ വിദ്യാഭ്യാസ ചെലവിന് വിവാഹം നടത്താൻ വഴിയില്ലാതെ ആത്മഹത്യയ്ക്ക് ഒരു തുണ്ട് കയറോ ഒരിത്തിരി വിഷമോ തിരഞ്ഞിരുന്നവരാണ് ഈ പ്രഖ്യാപനത്തിൽ ആശ്വസിച്ചിരുന്നവർ ഏറെയും. എന്നാൽ അധികാരമേറ്റ് വർഷം ഒന്ന് തികയുമ്പോൾ സംഭവിക്കുന്നതെന്താണ്? പലരുടെയും നീറുന്ന പ്രശ്നങ്ങളെല്ലാം അങ്ങനെ തന്നെ തുടരുകയാണ്. അതിൽ പ്രധാനമായ ഒന്നാണ് പട്ടയ പ്രശ്നം. വർഷങ്ങളായി തങ്ങൾ കൈവശം വെച്ചിരുന്നതോ തലമുറകളായി ലഭിച്ചതോ അല്ലെങ്കിൽ വില കൊടുത്തു വാങ്ങിയതോ ആയ വസ്തുക്കൾക്ക് പട്ടയമില്ല. ഈ പറയുന്നത് 100-500 ഏക്കറുകൾ കയ്യേറി കോടികൾ സമ്പാദിക്കുന്നവരുടെ കാര്യമല്ല. 4-5 സെന്റ് പുരയിടത്തിൽ വീട് വെച്ചോ 50 മുതൽ 1 ഏക്കർ വസ്തുവിൽ വിയർപ്പൊഴുക്കി ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ മണ്ണിനോട് മല്ലടിക്കുകയും ചെയ്യുന്ന പാവപ്പെട്ടവന്റെ കാര്യമാണ്. ഒരു ദിവസം വസ്തുവിന് കരമടയ്ക്കാനായി വില്ലേജ് ഓഫീസിൽ എത്തുമ്പോഴാണ് ഈ പാവങ്ങൾ അറിയുന്നത് ഇത് സർക്കാർ ഭൂമിയാണെന്ന്. വർഷങ്ങളായി കരമടയ്ക്കുന്നവരുടെ കാര്യം പറയുമ്പോൾ ലഭിക്കുന്ന മറുപടി റീസർവേ നടന്നപ്പോഴാണ് ഇവയെല്ലാം സർക്കാർ ഭൂമിയായത് എന്നാണ്. ഇവരിൽ പലർക്കും അറിയില്ല തങ്ങളുടെ ഭൂമിയിൽ റീസർവേ നടത്തിയത് എന്നാണെന്ന്. അത് സംബന്ധിച്ച് ഒരറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നാണ് ഇവരിൽ പലരും പറയുന്നത്. റീസർവേ നടത്തുന്നത് ഈ പ്രദേശത്തുള്ള കുറേ ആളുകൾ മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും അറിയാൻ കഴിഞ്ഞിട്ട് എല്ലാ ആളുകളും റീസർവേ പങ്കെടുത്തിട്ടുമില്ല. പല മേഖലകളിലുമായി ഇരുന്ന് റീസർവേ നടത്തിയപ്പോൾ ഉണ്ടായ അപാകതകൾ ആണ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായ ഒരു ധാരണ. റീസർവേയിലുണ്ടായ അപാകതയിലാണ് ഇത്രയേറെ വിഷയം ഈ മേഖല ഉണ്ടായിരിക്കുന്നത്. പുതിയ റീസർവേ നടത്തി ഈ സാധാരണക്കാരായ ഈ പാവപ്പെട്ട ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കാതെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒപ്പം ഒരു ലോൺ എടുക്കാൻ പോകുന്ന ഒരു സാധാരണക്കാരന് 20 വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അവർക്ക് ലോൺ കൊടുക്കാൻ കഴിയുന്നു. എന്നാൽ 40, 50, 60 വർഷങ്ങളായി ഇവർ കൈവശം വച്ചിരിക്കുന്ന വസ്തു അവർക്ക് പട്ടയം കൊടുക്കുന്നതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ വില്ലേജ് അധികൃതരുടെയും അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഈ സാധാരണക്കാരോട് കാണിക്കുന്ന അവഗണനയാണ്. കരമടയ്ക്കാനായി വില്ലേജ് ഓഫീസിലെത്തിയപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം അറിയുന്നത്. പിന്നീട് അങ്ങോട്ട് സർക്കാർ ഓഫീസുകളുടെ പടികൾ കയറിയിറങ്ങാൻ തുടങ്ങുകയായി. വില്ലേജ് ഓഫീസിൽ നിന്ന് താലൂക്ക് ഓഫീസിലേക്ക്, അവിടെ നിന്നും കളക്ടറേറ്റിലേക്ക് ഈ യാത്ര അനന്തമായി നീളുമെന്നുറപ്പാണ്. ഓരോ ഓഫീസിലും ലഭിക്കുന്ന മറുപടി മറ്റൊരു ഓഫീസിനെ കുറ്റപ്പെടുത്തിയുള്ളതാകുമെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ വിവാഹത്തിനോ സ്വന്തം ഭൂമി വിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പലരും. ഒരുപക്ഷെ പ്രതികരിച്ചപ്പോൾ സാംകുട്ടിക്ക് നീതി ലഭിച്ചു. എന്നാൽ ഇതേ ആവശ്യം ഉന്നയിച്ച് സാംകുട്ടിയുടെ 2 സഹോദരങ്ങൾ ഇപ്പോഴും ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ഒരു ശരാശരി മലയാളിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പ്രതികരിക്കുന്നവന് മാത്രം നീതി. മകളുടെ വിവാഹത്തിനോ വിദ്യാഭ്യാസ ചെലവിനോ വഴിമുട്ടുന്ന ഘട്ടത്തിലാണ് ഉള്ള വസ്തുവിൽ നിന്ന് അല്പം വസ്തു വിൽക്കാൻ മുന്നോട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വരുന്നത്. അപ്പോൾ ഒരു പരക്കം പാച്ചിലാകും പിന്നീട്. ചിലർക്ക് ശരിയാകും, ചിലർക്കത് അനന്തമായി നീളുകയും ചെയ്യും. അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞ് എന്ന് വന്നപ്പോഴാണ് ആത്മഹത്യ എന്ന വഴി കോഴിക്കോട്ടെ ജോയി എന്ന സാധാരണ കർഷകൻ തെരഞ്ഞെടുത്തത്. കൃഷി ചെയ്യുന്ന സ്വന്തം ഭൂമിയുടെ കരമടയ്ക്കാനായി വില്ലേജ് ഓഫീസുകൾ കയറിയിറങ്ങി മടുത്ത ശേഷമാണ് ആ പാവം ആ വില്ലേജ് ഓഫീസിൽ തന്നെ കെട്ടിത്തൂങ്ങി മരിച്ചത്. അതോടെ സംഭവം അധികൃതരുടെ ശ്രദ്ധയിലെത്തി. മന്ത്രിമാർ തിരുവനന്തപുരത്തു നിന്നും പറന്നെത്തി. ആ പാവത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പിന്നാലെ വസ്തുവിന്റെ കാര്യങ്ങളും ശരിയാക്കി നൽകി. അപ്പോഴും ഇപ്പോഴും മുഴച്ചു നിൽക്കുന്നത് ആ വീട്ടമ്മയുടെ ചോദ്യമാണ്. നിങ്ങൾക്കെന്താ നഷ്ടപ്പെട്ടു പോയത്? എനിക്കും എൻ്റെ മക്കൾക്കുമല്ലേ എന്ന ചോദ്യം. ഈ പാവത്തിനോട് വില്ലേജ് ഓഫീസിലെ മഹാന്മാർ ആവശ്യപ്പെട്ടത് 1 ലക്ഷം രൂപയാണ്. എന്നാൽ അയാൾ നൽകിയത് തൻ്റെ ജീവനും. ഇവിടെ എന്ത് മാറ്റമാണ് ഈ ഭരണ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്? ഇനി തിരുവനന്തപുരത്തെ മലയോര ഗ്രാമമായ വെള്ളറടയിലെ സംഭവങ്ങൾ പരിശോധിച്ചു നോക്കാം. വർഷങ്ങൾ നീണ്ട സർക്കാർ ഓഫീസ് സന്ദർശനത്തിൽ മനം മടുത്ത് സാംകുട്ടി എന്ന സാധാരണക്കാരൻ വില്ലേജ് ഓഫീസ് കത്തിച്ചു. ചെയ്തത് തെറ്റാണ്, പക്ഷേ അതോടെ സംഭവം വാർത്തയായി. അധികാര കേന്ദ്രങ്ങൾ ഉണർന്നു. വർഷങ്ങളായി കയറിയിറങ്ങിയ ഓഫീസുകളിലൊന്നും കാണാനില്ലായിരുന്ന രേഖകൾ വിജിലൻസ് കണ്ടെടുത്ത് നൽകി. സാംകുട്ടിക്ക് പട്ടയവും കിട്ടി.
എന്ത് സന്ദേശമാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്? തങ്ങളുടെ അവകാശങ്ങൾക്കായി ആത്മഹത്യ ചെയ്യണമെന്നോ അതോ അക്രമം നടത്തണമെന്നോ? ഒരു കാര്യം കൂടി ഇവിടെ പ്രസക്തമാണ്. കുടുംബസ്വത്തായാണ് സാംകുട്ടിക്കും 3 സഹോദരങ്ങൾക്കും ഈ ഭൂമി ലഭിച്ചത്. അതിൽ പട്ടയ പ്രശ്നങ്ങൾ തീർന്നത് പ്രശ്നങ്ങളുണ്ടാക്കിയ അല്ലെങ്കിൽ തീവ്രമായി പ്രതികരിച്ച സാംകുട്ടിക്ക് മാത്രമാണ്. മറ്റ് 2 പേരും അപേക്ഷകളും രേഖകളുമായി ഇപ്പോഴും പടികൾ കയറിയിറങ്ങുകയാണ്. പട്ടയമം കരന്തീർത്ത രസീതും 94 മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ വില്ലേജ് ഓഫീസർ തന്നെ ഇത് ശരിയാക്കി തരാനുള്ള അവകാശമുണ്ട് എന്ന്. എൻ്റെ ചേട്ടൻ സാങ്കുട്ടി ചേട്ടനെ ഇത്രത്തോളം ഇവർ ആക്കിയത് അങ്ങോട്ടും ഇങ്ങോട്ട് വലയിച്ച് ചേട്ടൻ്റെ മനസ്സ് നൊന്ത ഇത് ചെയ്യേണ്ടി വന്നത്. 1 വർഷം കഴിഞ്ഞു, ചേട്ടൻ്റെ ശരിയാക്കി കിട്ടി, ഞങ്ങളുടേത് ഇതുവരെ ശരിയാക്കിയില്ല. ഞങ്ങളുടെ വന്ന് പട്ടയത്തിൻ്റെ നമ്പർ മാറിയിരിക്കുന്നു. ഞങ്ങളുടെ ഒറിജിനൽ പട്ടയമല്ലേ നഷ്ടപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും ദിവസം ഇല്ലാതിരുന്നത്. ചേച്ചിയുടെ പട്ടയം മാറ്റിയല്ലേ എഴുതിയിരുന്നത്. ആ പട്ടയത്തിൻ്റെ ഒരു നമ്പർ മാറിയിരിക്കുന്നു. ആ നമ്പർ മാറ്റാനായിട്ട് ഞങ്ങൾ താലൂക്കിൽ പോയപ്പോൾ താലൂക്കിൽ പറഞ്ഞ് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് തിരുത്തിക്കൊണ്ടുവരാം. രജിസ്റ്റർ ഓഫീസിലുള്ളവർ പറയുമായിരുന്നു നിങ്ങൾ താലൂക്കിൽ ചെന്ന് കരം തീർത്ത് കൊണ്ടുവരാൻ. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പോന്നേയില്ല. ഇതുപോലെ എത്രയോ കുടുംബങ്ങളെയാണ് ഇവരിട്ട് വലയിക്കുന്നത്. ഞങ്ങൾ വില്ലേജിൽ പോകുമ്പം പറയും നിങ്ങൾ താലൂക്കിൽ ചെല്ലാം, താലൂക്കിൽ ചെല്ലുമ്പം പറയും വില്ലേജ് ഓഫീസിൽ ചെല്ലാനായിട്ട്. ഇപ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാംകുട്ടി എന്ന ആൾ വില്ലേജ് ഓഫീസ് തീ വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വസ്തുവാണ്. അദ്ദേഹത്തിന് പട്ടയം കൊടുത്തു, കരം തീർത്തു കൊടുത്തു. അദ്ദേഹത്തിന് 2 സഹോദരന്മാർക്ക് ഇതുവരെ കരം തീർത്തു കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് പ്രോത്സാഹനം നൽകുന്ന തരത്തിലായിട്ടാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ മാത്രമല്ല, വെള്ളറട വില്ലേജ് ഓഫീസിന് കീഴിൽ വരുന്ന 500ഓളം കുടുംബങ്ങൾ ഇതേ പ്രശ്നത്തിലെ ദുരിതം അനുഭവിക്കുകയാണ്. ഒരു ഓഫീസിൽ നിന്നും മറ്റൊരു ഓഫീസിലേക്ക്, റവന്യൂ ഓഫീസുകളിൽ നിന്നും സർവേ ഓഫീസുകളിലേക്ക് ഉദ്യോഗസ്ഥർ ഇവരെ ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ വ്യക്തമായ ഒരു മറുപടിയോ എന്തു ചെയ്താൽ ഇവയ്ക്കൊരു പരിഹാരമെന്നോ 7 വർഷത്തോളം നീണ്ട ഈ പരക്കം പാച്ചിലിൽ ഇവർക്ക് ലഭിച്ചിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന ഒരു ഐഡിയയെങ്കിലും ലഭിച്ചത് കഴിഞ്ഞ ദിവസം ഇവിടെ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി CH കുര്യൻ നടത്തിയ അദാലത്തിലൂടെയാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ കാണാനില്ലെങ്കിൽ അത് കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ ശകാരിച്ചപ്പോഴാണ് ഈ പാവങ്ങൾ മനസ്സിലാക്കിയത് തങ്ങളെ ഇത്രയും നാൾ പറഞ്ഞു പറ്റിക്കുകയായിരുന്നുവെന്ന്. ഈ പട്ടയത്തിന് അപേക്ഷിക്കുമ്പോൾ ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി ഇതിൻ്റെ പരാതി കൊടുത്തു. അപ്പോഴവർ ഒരു ഡേറ്റും പിന്നെ ഒരു നമ്പരുമാണ് തന്നത്, ഒരു ചെറിയ പേപ്പറിൽ. എന്നിട്ട് പിന്നീട് വിളിക്കാം മൊബൈൽ നമ്പർ വാങ്ങിച്ച് ഞങ്ങൾ സൈനോടെ ഒരു ബുക്കിൽ വാങ്ങിച്ചിട്ടുണ്ട്. ക്രമം അനുസരിച്ച് വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരേക്കും വില്ലേജ് ഓഫീസിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെയും ഞങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. അന്വേഷിക്കാൻ പോകുമ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്രമം അനുസരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ആ ക്രമം അനുസരിച്ച് ഞങ്ങൾ വിളിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ ഇവിടെ വെള്ളറടയിൽ റവന്യൂ വകുപ്പിൻ്റെ ആളും കളക്ടറൊക്കെ വന്നിരുന്നു. അവരാവശ്യമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ വില്ലേജ് ഓഫീസിൽ തന്നെ കുറേ ജനങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം നടത്തുവാൻ തക്കവണ്ണം കഴിയും. അവരിത് പരിശോധിച്ചപ്പോഴേ തഹസിൽദാരും വില്ലേജ് ഓഫീസറൊന്നും ഇതിൻ്റെ ഒന്നും ചെയ്യാത്തതാണ്. പിന്നെ അവർ കളക്ടർ ഓരോന്ന് പരിശോധിച്ച് ആ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇവരെ കൊണ്ട് കഴിയണ കാര്യം ഇവർ പിന്നെ ഒരു നിരുത്സാഹമില്ലാതെ അങ്ങ് കളയണ ഒരവസ്ഥയാണ്. കുറച്ച് പേരുടെ വസ്തുക്കളെന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ ഒരു രേഖയില്ലാതെ കിടക്കുകയാണ്. പക്ഷേ ഈ വില്ലേജ് ഓഫീസിൽ രേഖയില്ലാതെ കിടക്കണ ഈ വസ്തുക്കൾ പഞ്ചായത്തിൽ പോകുമ്പോഴത്തേന് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് കരം അടയ്ക്കാൻ വേണ്ടി എങ്ങനെയാണ് അവർ ചോദിക്കുന്നത്? അപ്പോൾ ഇത് ഒരു രേഖയില്ലാത്ത വസ്തുവെങ്കിൽ അത് കരം അടയ്ക്കാൻ അവർ ചോദിക്കുമോ? ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള ഒരവസ്ഥയുണ്ട്. അഴിമതി തന്നെയാണ് പ്രധാന പ്രശ്നം. അഴിമതി തുടച്ചു മാറ്റാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരവും കണ്ടെത്താനാകില്ല. പണ്ട് 1000-ൽ തുടങ്ങിയ വിലപേശൽ ഇന്ന് 10,000 കടന്ന് ലക്ഷങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. വില്ലേജ് ഓഫീസിൻ്റെ പടിവാതിൽ കടന്നെത്തുന്ന ഒരു വ്യക്തിയെ ഒരു ഇരയായാണ് ഉദ്യോഗസ്ഥർ പലയിടത്തും കാണുന്നത്. അഴിമതി നടത്തി കീശ വീർപ്പിക്കാനുള്ള ഒരിടമായിട്ടാണ് ഇവർ ഈ പാവങ്ങളുടെ പരാതിയെ കണ്ടതെന്ന് പറയാതെ വയ്യ. തിരുവനന്തപുരത്തെ മറ്റ് മലയോര വില്ലേജുകളേക്കാൾ ഇവിടെ മാത്രമുള്ള ഈ ഭൂപ്രശ്നത്തിന് പിന്നിലും അഴിമതി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വെള്ളറട വില്ലേജിലേക്ക് സ്ഥലം മാറ്റത്തിന് മുൻകാലങ്ങളിൽ അത്രമാത്രം ശുപാർശകൾ എത്താറുണ്ടായിരുന്നുവെന്നാണ് റവന്യൂ വകുപ്പിലെ ചിലരുടെ സാക്ഷ്യപ്പെടുത്തൽ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്ഥലത്തിൻ്റെ ഉടമാവകാശം അവർക്ക് ലഭിക്കാൻ ശരിയായിട്ടുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാർ തികഞ്ഞ അനാസ്ഥയാണ് കാണിച്ചത്. ഒന്ന്, ആ പ്രദേശത്തിൻ്റെ പിന്നോക്കാവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാലാകാലങ്ങളിൽ ഇരുന്ന പല ഉദ്യോഗസ്ഥന്മാരും വലിയ തോതിലുള്ള അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. പോകുന്നവർക്ക് ഇന്ന് കൊടുക്കാം നാളെ കൊടുക്കാമെന്ന് പറയുക, അതിന് വല്ലതും കിട്ടുന്നത് വാങ്ങുക, ഇതൊരു സ്ഥിരം തൊഴിലായിരുന്നു.
ഭൂമി ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസറ്റാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ മലയോര മേഖലയിൽ കുടിയേറ്റക്കാരായി കഴിഞ്ഞു പോകുന്നവർ, കാണിപ്പറ്റ മേഖലയിൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്താൻ വേണ്ടി വന്നവർ, അവരെല്ലാം കബളിപ്പിക്കുകയാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രശ്നങ്ങൾ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് എന്ന് കരുതരുത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സ്ഥിതി സമാനമാണ്. ആയിരക്കണക്കിന് അപേക്ഷകളാണ് ഓരോ താലൂക്ക് കേന്ദ്രങ്ങളിലും ഫയലുകളിൽ വിശ്രമിക്കുന്നതും അപേക്ഷകർ വിശ്രമമില്ലാതെ ഓഫീസ് പടികൾ കയറിയിറങ്ങുന്നതും. പല അപേക്ഷകൾക്കും പരിഹാരമാകുന്നത് അത് മാധ്യമങ്ങളിലൂടെയോ മറ്റോ പൊതുസമൂഹത്തിൽ ചർച്ചയാകുമ്പോൾ മാത്രമാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇക്കാര്യങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർ വിചാരിക്കണമെന്ന് മാത്രം. നിയമത്തിന്റെ പഴുതുകൾ പറഞ്ഞ് അഴിമതിക്കുള്ള അവസരമായിട്ടാണ് ഉദ്യോഗസ്ഥർ ഇതിനെ ഉപയോഗിക്കുന്നത്. സർക്കാർ മാറി മാറി വന്നിട്ടും മാറാത്ത ഈ രീതി തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ശാപം. വളരെ സങ്കീർണമാണ് ഈ പ്രദേശത്തെ ഭൂ പ്രശ്നങ്ങൾ. ഇത് 57-59 കാലയളവിൽ EMS കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മയാണ് ഈ മേഖലയിൽ ഒരു ചുവടുവയ്പ്പെങ്കിലും നടത്തിയത് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ. 67-69 ആ നടപടികളുമായി മുമ്പോട്ട് പോയി. എന്നാൽ തുടർന്നിങ്ങോട്ട് അവിടുത്തെ ഭൂപ്രശ്നം പരിഹരിക്കാൻ കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ വന്നു എന്ന് പറയാനാണ്. പല സന്ദർഭങ്ങളിലും പല ഇടപെടലുകളും നടത്തിയെങ്കിലും പ്രായോഗികമായി ഭൂമിയുടെ ഉടമാവകാശം ലഭിക്കേണ്ടവർക്ക് ആ ഭൂമിയുടെ ഉടമാവകാശം പൂർണ്ണമായും നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ UDFൻ്റെ ഗവൺമെൻറ് കാലത്ത് അവിടെ 60 ദിവസത്തേക്കുള്ള പട്ടയം വരെ കൊടുത്ത് ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഭൂമി കൈവശക്കാരുടെ കൈവശമുള്ള ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ താൽക്കാലിക പട്ടയം കൊടുത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി പ്രലോഭനം കൊടുത്ത് ചില വില്ലേജ് ഓഫീസർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2 മാസത്തെ പട്ടയം കൊടുത്ത് താൽക്കാലിക പട്ടയം കൊടുത്ത് തടി തപ്പുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നത് അടിയന്തരമായി ഉണ്ടാകേണ്ട ഒരു നടപടിയാണ്. എന്നാൽ സർക്കാർ തലത്തിൽ നിന്ന് അത്തരമൊരു നടപടി ഉണ്ടാകുമെന്ന് സമീപ സമയത്തെ സംഭവങ്ങളിൽ നിന്ന് കരുതാൻ വയ്യ. ഭൂമാഫിയയ്ക്കും കയ്യേറ്റക്കാർക്കുമെതിരെ കർശനമായി നടപടിയെടുത്തിരുന്ന ദേവികുളം, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലെ സബ് കളക്ടർമാരെ സർക്കാർ കൈകാര്യം ചെയ്ത രീതി തന്നെയാണ് ന്യായമായും ഈ സംശയത്തിന് കാരണം. ഒരേ മന്ത്രിക്ക് കീഴിലാണെങ്കിലും റവന്യൂ, സർവേ വകുപ്പുകൾ തമ്മിലുള്ള ശീതസമരവും ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ്. കളക്ടർമാരും സർവേ ഡയറക്ടറായി എത്തുന്ന IAS ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ അധികാരതർക്കം പതിവ് കാഴ്ചയാണെന്നാണ് സാക്ഷ്യപ്പെടുത്തൽ. ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് ഏതു പരാതി ഉയർന്നാലും അത് റീസർവേയിലെ തെറ്റെന്ന് പറഞ്ഞ് വില്ലേജിലെ ഉദ്യോഗസ്ഥർ കൈയൊഴിയുന്നത് മേൽത്തട്ടിലെ ഈ അധികാര വടംവലിയുടെ താഴെത്തട്ടിലെ പ്രതിഫലനമാണ്. ഇപ്പോൾ വില്ലേജ് രേഖകളിൽ, അതായത് BTR എന്ന് പറയും, ആ രേഖകളിൽ സർക്കാർ എന്നാണ് രേഖപ്പെടുത്തി കാണുന്നത്. അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഓരോരുത്തർ എൻ്റെ അപേക്ഷകളും കാര്യങ്ങളുമായിട്ട് കളക്ടറേറ്റിൽ, താലൂക്ക് സർവേ ഓഫീസിൽ ഇങ്ങനെ നിരന്തരം ബന്ധപ്പെടുന്നൊരു വിഷയമുണ്ട്. പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നോ എന്ന് ചോദിച്ചാലില്ല. കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യപ്പെടുന്ന രേഖകൾ കൊടുക്കാൻ ഇവരുടെ കയ്യിൽ ഇല്ല. സംഭവം ഇവർക്ക് കൊടുത്തിട്ടുള്ള ഒരു പട്ടയമാണ്, ഒരു ഷീറ്റ് പേപ്പറാണ് പട്ടയം എന്ന് പറയുന്നത്. അനുവദിച്ച് പട്ടയം തരുമ്പോൾ തന്നെ ആ വസ്തുവിനൊരു സ്കെച്ചുണ്ട്, പതിവ് സ്കെച്ച് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ആ സ്കെച്ച് താലൂക്ക് ഓഫീസിലാണ് അത് സൂക്ഷിച്ചിട്ടുള്ളത്. ഈ കക്ഷിയൊക്കെ കൊടുത്തിട്ടില്ല. അതുപോലെ തണ്ടപ്പേര് കോപ്പി ചോദിക്കുന്നുണ്ട്. തണ്ടപ്പേര് കോപ്പി വില്ലേജിലാണ് കിട്ടുന്ന രേഖ, നമ്മുടെ കയ്യിൽ തണ്ടപ്പേര് കോപ്പി ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത രേഖകൾ, ആവശ്യമില്ലാത്ത രേഖകൾ അവർ ആവശ്യപ്പെടുകയും ഇങ്ങനെ നിരന്തരം ഈ കക്ഷികളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്കതിനൊരു നിർദ്ദേശം പറയാനുള്ളത്, നമുക്ക് പതിഞ്ഞ് കിട്ടിയിട്ടുള്ള വസ്തുക്കളാണ്, അതിന് കരം തീർത്തുകൊണ്ടിരുന്നു. നിർഭാഗ്യവശാൽ ഇവരുടെ കയ്യിൽ നിന്ന് പട്ടയം നഷ്ടപ്പെടുകയോ എന്തെങ്കിലും കാരണവശാൽ ഹാജരാക്കാൻ കഴിയാതെ വരുമ്പോൾ അതിൻ്റെ പകർപ്പ് നമ്മൾ താലൂക്കിൽ നിന്ന് കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അതുമാത്രമല്ല, അവരുടെ ആധാരങ്ങളിൽ പട്ടയ നമ്പരും ഈ കരം തീർത്ത തണ്ടപ്പേര് നമ്പരെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് കരം തീർക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു നിർദ്ദേശം. മറ്റൊന്നുള്ളത്, അത് ഇല്ലാത്ത സംഭവമാണെങ്കിൽ അവരുടെ കൈവശിരിക്കുന്ന വസ്തുവിന് ഒന്നേന്ന് പുതിയ പട്ടയം ലഭ്യമാക്കുന്ന നടപടി പൂർത്തിയാക്കണം. അതാണ് റീസർവേയിൽ പരിഹരിക്കപ്പെടാവുന്ന എൻ്റെ അറിവനുസരിച്ചുള്ള നിർദ്ദേശം.
വില്ലേജ് ഓഫീസുകളിൽ 2 സർവേയർമാരെ നിയമിച്ചാൽ പല അപേക്ഷകൾക്കും എളുപ്പത്തിൽ പരിഹാരം കാണാൻ സാധിക്കും. അതുമല്ലെങ്കിൽ വില്ലേജ് അസിസ്റ്റന്റ് തസ്തികയിലിരിക്കുന്നവർ അവരുടെ ജോലി കൃത്യമായി ചെയ്താലും ഒരു പരിധിവരെ ഇത് സാധ്യമാണ്. ഇവയിൽ ഏത് നടപ്പിലാക്കിയാലും ലക്ഷങ്ങൾ മറിയുന്ന അഴിമതിക്കുള്ള അവസരം ഇല്ലാതാകും. ഒപ്പം സർവേ ഡിപ്പാർട്ട്മെന്റിൽ വലിയ ജോലിയൊന്നുമില്ലാതെ കറങ്ങുന്ന കസേരയിൽ സുഖിക്കുന്ന ചില മേലാളന്മാർക്കും മേലനങ്ങി പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവയൊന്നും സമീപകാലത്തൊന്നും നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. നടപ്പിലാക്കാൻ ശ്രമിച്ചാലോ പല്ലും നഖവും കാട്ടി എതിർക്കാൻ യൂണിയനുകൾക്കും നമ്മുടെ നാട്ടിൽ ഒരു പഞ്ഞവുമില്ല. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുവാനുള്ള മാർഗം റീസർവേ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ റീസർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ സംസ്ഥാനത്തുടനീളം റീസർവേ നടത്തുവാനുള്ള ശേഷി നമ്മുടെ സർവേ വകുപ്പിനുണ്ടോ? ഈ ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തം. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം റീസർവേയിലൂടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കാരണം മുൻ വർഷങ്ങളിലെ റീസർവേ ആണ് എന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു നടക്കുമ്പോഴാണ് സർക്കാർ ഇപ്പോൾ വീണ്ടും റീസർവേ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഴയ രീതിയിലല്ല, കുറ്റമറ്റ രീതിയിലാകും ഇത്തവണ റീസർവേ നടക്കുകയെന്നും പ്രഖ്യാപനമുണ്ട്. ആദ്യം റീസർവേ തുടങ്ങിയത് റവന്യൂ മന്ത്രിയുടെ സ്വന്തം ജില്ലയായ കാസർഗോട്ടായിരുന്നു. സംസ്ഥാനത്ത് ആകെയുള്ള 1650 സർവേയർമാരിൽ നിന്നും 450 പേരെ ഉൾപ്പെടുത്തി സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചാണ് റീസർവേ നടപടികൾ ആരംഭിച്ചത്. മാർച്ചിൽ നടപടിക്രമങ്ങൾ തുടങ്ങിയെങ്കിലും ഏപ്രിൽ മുതലാണ് റീസർവേ ആരംഭിച്ചത്. 4 മാസം കൊണ്ട് 10 വില്ലേജുകളിലെ റീസർവേ നടപടികൾ അവസാന ഘട്ടത്തിലെത്തി എന്ന് പറയാം. ഇനിയും 1-2 മാസമെടുക്കും പൂർത്തിയായി എന്ന് പറയാൻ. അതായത് 10 വില്ലേജുകൾക്ക് 6 മാസം. അങ്ങനെ നോക്കിയാൽ കേരളത്തിലെ വില്ലേജുകളിലെ റീസർവേ നടപടികൾ പൂർത്തിയാക്കാൻ എത്ര വർഷമെടുക്കും എന്ന് കണക്കാക്കാൻ കഴിയില്ല. കാരണം മാറി മാറി വരുന്ന സർക്കാരുകളുടെ നയങ്ങൾക്കനുസരിച്ച് ഈ നടപടികളും മാറി മറിയാം. അങ്ങനെ വന്നാൽ റീസർവേ പൂർത്തിയാക്കൽ എന്നത് നടക്കാത്ത സ്വപ്നമായി അവശേഷിക്കുമെന്നുറപ്പാണ്. റീസർവേ നടപടികൾ സ്വകാര്യവൽക്കരിക്കുവാനുള്ള ചർച്ചകളാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ 1664 വില്ലേജുകളിൽ 854 എണ്ണത്തിൽ മാത്രമാണ് റീസർവേ നടപടികൾ പൂർത്തിയായത്. ബാക്കിയുള്ളവയിൽ റീസർവേ ചെയ്യേണ്ടതുണ്ട്. ഇതിനായുള്ള പ്രവർത്തനങ്ങളാണ് ഇനി ആവശ്യം. റീസർവേ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കാനുള്ള സാധ്യതയും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മൊത്തം 1664 വില്ലേജ് ഓഫീസുകളിൽ 854 വില്ലേജുകളിൽ മാത്രമാണ് റീസർവേ നടപടി പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ റീസർവേക്ക് ശേഷമുള്ള പരാതികളിൽ ഇവിടെ പരിഹാരം പൂർണ്ണമായി കണ്ടെത്തിയിട്ടുമില്ല. റീസർവേ നടക്കാനുള്ള 761 വില്ലേജുകളിൽ നടപടികൾ പൂർത്തിയാക്കാൻ നിലവിലെ സർവേയർമാരെ വെച്ച് നടക്കില്ലെന്നാണ് മിക്ക ജില്ലാ കളക്ടർമാരും വകുപ്പ് മന്ത്രിയെ അറിയിച്ചത്. നിലവിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ 15 വർഷമെടുത്താലും സംസ്ഥാനത്തെ റീസർവേ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഏറെ വിവാദമാകുന്ന ഈ ശുപാർശ എങ്ങനെ നടപ്പിലാക്കാമെന്ന ആലോചനയിലാണ് സർക്കാർ ഇപ്പോൾ. ഇതോടൊപ്പം തന്നെ അങ്കമാലി, കോട്ടയം വില്ലേജുകളിൽ നടപ്പിലാക്കുന്ന ഭൂമിയുടെ കൃത്യമായ സ്കെച്ചുണ്ടെങ്കിലേ ആധാരം രജിസ്റ്റർ ചെയ്യൂ എന്ന ടോറന്റ് സംവിധാനം സംസ്ഥാനത്താകമാനം നടപ്പിലാക്കണമെന്ന അഭിപ്രായവും റവന്യൂ വകുപ്പിന് മുന്നിലുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ തേടിയുള്ള ഞങ്ങളുടെ അന്വേഷണ സംഘത്തിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. അതുവരേക്കും നമസ്കാരം.